ഹോയങ്ങും ഹോഞ്ചിന്റെ ബിസിനസ് കാർഡൊക്കെ കയ്യിൽ പിടിച്ചതിന് ശേഷം ഞാൻ നിനക്ക് വെറും ഒരു ഫ്രണ്ട് ആയിരുന്നോ അല്ലേ എന്നൊക്കെ ഒന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അങ്ങനെ ഇരിക്കെ വീണ്ടും 10 വർഷം മുമ്പ് നടന്ന സംഭവത്തിന്റെ ബാക്കിയൊക്കെ കാണിക്കുന്നു. ഇപ്പോഴാകട്ടെ രണ്ടുപേരും ഒരുപോലെ കുഴിയിലൊക്കെ കിടക്കുകയാണ്. ഓരോരോ ബസ്സൊക്കെ വന്നു പോകുന്നൊക്കെ ഉണ്ട്. ഹോഞ്ചുന് ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ അവൾക്കൊന്നും ഉറങ്ങുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ട്രൂത്ത് ഓർ ഡെയർ കളിക്കാമെന്നൊക്കെയാണ് അവൾ പറയുന്നത്. പക്ഷെ ഈ ഒരു കേസിലാകട്ടെ ട്രൂത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതായത് രണ്ടുപേരും ഓരോരോ സത്യങ്ങളൊക്കെ പറയണം. ആ ഒരു സത്യമൊക്കെ കേട്ടിട്ട് മറ്റേ ആൾക്ക് ഉറക്കം വരുവാനേ പാടില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ ജയിക്കും. അഥവാ മറ്റേ ആൾക്ക് ഉറക്കമൊക്കെ വരികയാണെങ്കിൽ വിരല് വെച്ച് നെറ്റിക്കിട്ട് ഒരു കൊട്ടൊക്കെ തരുന്നതായിരിക്കുമെന്നൊക്കെയാണ് അവളും പറയുന്നത്. ആദ്യം സത്യം തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന അവളാകട്ടെ ജൂൺഹോ വളരെ ഹാൻസം ആണെന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ അവനും ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ നെറ്റിക്കിട്ടൊരു കൊട്ടൊക്കെ കൊടുക്കുന്നു. ഇപ്പോൾ തന്നെ അവൾക്കിട്ടൊരെണ്ണം കിട്ടിയത് കൊണ്ട് തന്നെ എന്ത് പറഞ്ഞാലും അവനിട്ടൊരെണ്ണം കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് അവൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞെട്ടിക്കുന്ന ഒരു സത്യമൊക്കെ നീ ഇനി തുറന്ന് പറയാന്നൊക്കെ അവന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും അവനാകട്ടെ കഴിഞ്ഞ എക്സാമിന് അവൻ മാത്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കും അവൾ ശരിക്കും ഞെട്ടിപ്പോകുന്നു. അവൻ അത്രത്തോളം പഠിപ്പിയാണെന്നുള്ള കാര്യം ഒന്നും തന്നെ അവൾക്ക് അറിയുക കൂടി ഉണ്ടായിരുന്നില്ല. ഒരു തവണയാകട്ടെ എക്സാം ഒക്കെ എഴുതിയതിനു ശേഷം റാങ്ക് ഒക്കെ വന്നപ്പോഴത്തേക്കും സ്കൂളിലെ തന്നെ ഏറ്റവും താഴത്തെ റാങ്ക് ആയിരുന്നു അവൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു തവണ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവൾ ഓപ്ഷൻ 2 ഒക്കെ ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 40 ചോദ്യങ്ങളുണ്ട്, 5 ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഏതെങ്കിലും 8 ചോദ്യത്തിനെങ്കിലും ഓപ്ഷൻ 2 ആയിരിക്കും വരിക എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു അവൾ എല്ലാത്തിനും ഓപ്ഷൻ 2 സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഉത്തരവൊക്കെ വന്ന സമയത്താകട്ടെ ഒരു ക്വസ്റ്റ്യന്റെ പോലും ഉത്തരം ഓപ്ഷൻ 2 ആയിരുന്നില്ല. അങ്ങനെയാണ് അവളും ഏറ്റവും ലാസ്റ്റ് പൊസിഷനിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവളുടെ ആ ഒരു രഹസ്യമൊക്കെ കേൾക്കുന്ന അവനും മൊത്തത്തിൽ ഞെട്ടിപ്പോകുന്നു. പിന്നീട് അടുത്ത സത്യം നീ പറയാന്നൊക്കെ അവനോട് പറയുന്നുണ്ടെങ്കിലും അവൻ അതിന് മാത്രം സത്യങ്ങളൊന്നും തന്നെ പറയുവാനായിട്ടുണ്ടായിരുന്നില്ല. സത്യങ്ങൾ എന്ന് പറയുന്നതിനേക്കാളും അവൻ അതുപോലെ രഹസ്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം. അങ്ങനെ ഇരിക്കെ അവനും അവന്റെ ഒരു ആഗ്രഹത്തെ കുറിച്ചൊക്കെ പറയുകയാണ്. അനിമെ ഡയറക്ടർ ആകണമെന്നായിരുന്നു തന്റെ ആഗ്രഹം എന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും അവൾക്കും കുട്ടിക്കാലം മുതലേ കാർട്ടൂൺസും മറ്റൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്നുള്ള കാര്യം പറയുന്നു. അവൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് ഒരിക്കലും നടക്കുവാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ വിഷമത്തിലൊക്കെ അവൻ ഇരിക്കുമ്പോഴത്തേക്കും അവളും അവൾക്ക് എന്തായാലും നിലവിലൊരു ആഗ്രഹമൊന്നുമില്ല. ടീച്ചറാകട്ടെ എന്താകുവാനാണ് നിന്റെ ആഗ്രഹം എന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നോട് ചോദിക്കാറുമുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഇന്ന് മുതൽ അനിമെ ഡയറക്ടർ ആക്കുവാനായിട്ടാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ ഞാൻ ടീച്ചറിനോടും പറയാം. അങ്ങനെ ഞാനും നിനക്ക് വേണ്ടി നിനക്ക് ചെയ്യുവാൻ സാധിക്കാത്ത ആ ഒരു കാര്യമൊക്കെ ചെയ്യുന്നതായിരിക്കുമെന്നാണ് അവൾ പറയുന്നത്. അതിന് പകരമായിട്ട് ആനിമെ ഡയറക്ടറൊക്കെ ആയതിനു ശേഷം സാലറി കിട്ടുമ്പോഴത്തേക്കും സാലറിയുടെ 5% ഒക്കെ അവന് കൊടുക്കുവാനായിട്ടും തയ്യാറാണെന്ന് അവൾ പറയുന്നു. പിറ്റേ ദിവസം അവൾ എണീക്കുന്നത് തന്നെ ഗ്രൂപ്പിലെ മെസ്സേജസ് ഒക്കെ കണ്ടിട്ടാണ്. ഹൈജീൻ സാങ്പിലും ഓരോരോ മെസ്സേജസ് ഒക്കെ അയച്ചുകൊണ്ട് അവളോടും എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നു. അതിനിടയ്ക്കാകട്ടെ അവൾക്കും വിശക്കുന്നുണ്ട് എന്നൊക്കെ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും കൃത്യമായി തന്നെ എങ്ങനെയും ആ ഒരു ഗ്രൂപ്പിലേക്കൊക്കെ ഹൈജി ആഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ അവൾക്ക് ഫുഡൊക്കെ കൊടുക്കാമെന്ന് പറയുന്നു. ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും എങ്ങനെയുണ്ട് ഫുഡ് എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അവളും ഫുഡിന് വലിയ ഉപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ലതാണെന്ന് പറയുമ്പോഴത്തേക്കുമാണ് യഥാർത്ഥത്തിൽ സാങ്പിലായിരുന്നു അവൾക്ക് ഉപ്പുള്ള ഫുഡ് ഒന്നും തന്നെ അങ്ങനെ ഇഷ്ടമില്ല എന്ന കാര്യമൊക്കെ അവന്റെ അടുത്തും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ കഴിക്കുവാനായിട്ട് ഒരു ഡെസേർട്ട് ഒക്കെ തന്റെ കയ്യിലുണ്ട്. അത് വേണോ എന്നൊക്കെ അവളോടും അവൻ ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് അവൾക്ക് വളരെ ഇഷ്ടമുള്ള ഒന്നാണെന്നൊക്കെ ഹൈജി പറയുകയും ഹൈജി തന്നെ നേരിട്ട് അതൊക്കെ മേടിച്ചു കൊടുക്കുകയും ചെയ്തതായിരുന്നു. എന്തായാലും ഇവരെല്ലാവരും ഹുയങ്ങിനെ സപ്പോർട്ട് ചെയ്യുവാനായിട്ടാണ് ഇതുപോലെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് അവൾ എണീറ്റ് പോകുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ആയിരുന്നു അവനും അവളുടെ ബിസിനസ് കാർഡൊക്കെ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. നീ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയല്ലേ? നിന്റെ സാലറിയുടെ 5% ഒക്കെ നീ എനിക്ക് നൽകാമെന്ന് പണ്ടേ വാക്ക് നൽകിയതാണ്. ഇപ്പോൾ 10 വർഷമൊക്കെ വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ കുറെ കാശൊക്കെ എനിക്ക് കിട്ടുന്നതായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ ഇരിക്കുമ്പോഴത്തേക്കും പണ്ട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൾ കൃത്യമായി തന്നെ ഓർക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഹുയിങ്ങിനെ കാണുവാനായിട്ട് ഹൈജി വന്നപ്പോഴത്തേക്കും നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ കാണിക്കുകയാണ്. മറ്റൊന്നും തന്നെ ആയിരുന്നില്ല. ഹോങ്ജുന്റെ ഫസ്റ്റ് ലവ് ആയിരുന്നു ജൂൺഹോ. പക്ഷേ ജൂൺഹോ ആകട്ടെ റിലേഷൻഷിപ്പിലൊക്കെ ആയതിനു ശേഷം അവളോട് ഒരു വാക്കും പറയാതെ യുഎസിലേക്കൊക്കെ പോകുകയുണ്ടായി. അങ്ങനെ വളരെ മോശമായിട്ടുള്ള ഒരു ബ്രേക്കപ്പ് ഒക്കെ ആയിരുന്നു അവരുടെ ഇടയിൽ സംഭവിച്ചത്. അവളും അതിനെക്കുറിച്ചൊക്കെ മറക്കുവാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. മാത്രമല്ല ഞാനും വളരെ കഷ്ടപ്പെട്ടൊക്കെ ആയിരുന്നു അവൾ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോലും കൂട്ടിക്കൊണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവള് പെട്ടെന്നൊന്നും നിന്നെ ഇഷ്ടമാണെന്ന് അങ്ങനെ പറയുവാനായിട്ട് സാധ്യതയില്ല. എങ്കിൽ പോലും നീ നിന്റെ മാക്സിമം ശ്രമിക്കണമെന്നൊക്കെയാണ് ഹൈജിക്കും പറയുവാനുള്ളത്.
ഹൈജിക്കും അവൾ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കണ്ടാൽ മാത്രം മതി. ഇപ്പോഴും ഒരേ സ്കൂളിൽ പഠിച്ച വെറും ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ മാത്രമാണ് ഹുയെങ്ങിനെ അവൾ കാണുന്നത്. ആ ഒരു വെറും ഫ്രണ്ടിൽ നിന്നും അവളുടെ ക്ലോസ് ഫ്രണ്ട് ആക്കുവാനായിട്ടാണ് തനിക്ക് താല്പര്യമെന്നൊക്കെ ഹുയെങ്ങും ഹൈജിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ നമ്മൾ ആ കുഴിയിൽ വീണപ്പോഴത്തേക്കും മരിക്കുമെന്നൊക്കെയാണ് ഞാൻ കരുതിയത്. മരിക്കുന്നതിന് മുമ്പാകട്ടെ ഓരോ ആൾക്കാർ വായിൽ തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാറില്ലേ, അങ്ങനത്തെ ഒരു കാര്യമായിട്ട് മാത്രമേ ഈ 5% കാണേണ്ടതായിട്ടുള്ളൂ എന്നാണ് അവൾ പറയുന്നതും. പിന്നെ അവനാകട്ടെ അനിമെ ഡയറക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അവളാകട്ടെ വെറും ഒരു സാധാ പ്രൊഡ്യൂസർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡയറക്ടർ ആകുക എന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. അതിന് ഒരുപാട് കടമകളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോഴും ഡയറക്ടർ ഒന്നും ആകാത്തത് കൊണ്ട് തന്നെ ആ 5% കാര്യം നീ ഇനി പറയേണ്ടതായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവളും ന്യായീകരിക്കുവാനൊക്കെ നോക്കുന്നു. അവനും അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചിരിയാണ് വരുന്നത്. എന്തായാലും അവളുടെ വർക്കിനെ കുറിച്ചൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും അനിമെ കാണാൻ നല്ല രസമാണ്, പക്ഷെ വർക്ക് ചെയ്യുവാൻ ഒട്ടും നല്ല രസമൊന്നുമില്ല. നിനക്കറിയാവോ, വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനൊരു റിസപ്ഷനിസ്റ്റ് ആയിട്ടായിരുന്നു തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ചെയ്ത് ചെയ്ത് ഞാനിപ്പോൾ ഒരു പ്രൊഡ്യൂസർ ആയിട്ട് നിൽക്കുകയാണ്. എങ്കിലും ഇനിയും ഒരുപാട് കടമ്പകളൊക്കെ കടക്കുവാനായിട്ടുണ്ട്. ഒരു ഡയറക്ടർ വരെയൊക്കെ എത്തുമെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നൊന്നുമില്ല. എന്നാൽ പോലും ഞാനിപ്പോൾ മെയിൻ പ്രൊഡ്യൂസറായിട്ട് മാറുവാനായിട്ട് പോകുകയാണ്. ആ ഒരു പ്രൊജക്റ്റാണ് അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ അവളും പറയുന്നു. പിന്നെ അവന് സമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് ഞാൻ ചെയ്തിട്ടുള്ള അനിമയൊക്കെ കാണാം. അതിലാകട്ടെ എന്റെ പേര് പോലും എഴുതിയൊക്കെ കാണിക്കുന്നുണ്ടേ എന്ന് അവൾ പറയുമ്പോഴത്തേക്കും അവനും കാണാമെന്നൊക്കെ സമ്മതിക്കുന്നു. ഇനി അടുത്തതായിട്ട് ജൂൺഹോയും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രൊജക്ടിന്റെ മീറ്റിംഗ് ഒക്കെ കൂടുവാനായിട്ട് ഓഫീസിലേക്ക് എത്തുകയാണ്. അങ്ങനെ എത്തുന്ന സമയത്ത് ഹോഞ്ചുനെ നോക്കുന്നുണ്ടെങ്കിലും ഹോഞ്ചു ഓഫീസിൽ ഒന്നുമില്ല എന്നറിയുമ്പോൾ അവൾ എവിടെയാണ് ഉള്ളതെന്നൊക്കെ അവനും അന്വേഷിക്കുന്നു. അവളും ലാപ്ടോപ്പ് ഒക്കെ എടുക്കുവാനായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവനും ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു ഹെൽപ്പും വേണ്ട, ഞാൻ ഒറ്റക്കാലിലൊക്കെ പോയിക്കോളാമെന്ന് പറഞ്ഞു നിൽക്കുകയാണ് അവളും. അപ്പോഴായിരുന്നു അവിടേക്ക് ജൂൺഹോ എത്തിയിട്ടുണ്ടായിരുന്നത്. അവൾക്ക് ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു എന്നറിഞ്ഞിട്ട് അവൻ എത്തിയതാണെങ്കിലും അവിടെ ഹോയിങ്ങും കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ജുൺഹോ ആകെ ദേഷ്യപ്പെടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നീ മീറ്റിംഗ് ഒക്കെ ക്യാൻസൽ ആക്കിയത് ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചത് കൊണ്ടാണോ? ഇത്രയ്ക്ക് നിസ്സാരമായിട്ടാണോ നീ നിന്റെ കരിയറിനെയൊക്കെ കാണുന്നത്? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിന്റെ കൂടെ വർക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് എനിക്ക് ഒന്നും കൂടി ഒന്ന് ചിന്തിക്കണമെന്നൊക്കെ പറഞ്ഞ് ജൂൺഹോ നിൽക്കുമ്പോഴത്തേക്കും ശരിക്കും നടക്കുവാനായിട്ടൊന്നും സാധിക്കുകയില്ലായിരുന്നെങ്കിൽ പോലും അവന് മറുപടി കൊടുക്കുവാനായിട്ട് അവളും തനിയെ നടന്ന് അവന്റെ അടുത്തേക്കൊക്കെ ചെല്ലുന്നു. നിനക്കെന്നെ ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് മാറ്റണമെന്ന് ആഗ്രഹമാണെങ്കിൽ മാറ്റിക്കോ, അതിനെനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നാണ് അവൾ പറയുന്നത്. പിന്നെ എപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നതായിരിക്കും, എനിക്കൊരു മാറ്റവും സംഭവിക്കുകയില്ലായിരുന്നു എന്നൊക്കെ ഞാൻ പണ്ട് പറഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ ആകെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഹോജു പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവനും അവളുടെ കയ്യിലൊക്കെ പിടിക്കുകയാണ്. പക്ഷെ അവളാകട്ടെ ഒരിക്കൽ കൂടി നീ എന്നെ തൊടുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ തല്ലുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് പെട്ടെന്ന് തന്നെ അകത്തേക്കൊക്കെ കയറിപ്പോകുന്നു. അവൾക്കും ഒരുപാട് വിഷമമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അവളും അകത്ത് കയറി കരയുകയൊക്കെയാണ്. അപ്പോഴായിരുന്നു ഹോയം കൂടി അവളുടെ അടുത്തേക്കൊക്കെ ചെല്ലുന്നത്. അവളുടെ ലവ് സ്റ്റോറിയൊക്കെ അവളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇല്ലാതായി പോയതിനെ കുറിച്ചൊക്കെ ഓർത്തിട്ടായിരുന്നു അവൾ കരഞ്ഞിട്ടുണ്ടായിരുന്നതെങ്കിൽ അങ്ങനെ അതില്ലാതായി പോയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നായിരുന്നു അവനും പറഞ്ഞത്. ഇപ്പോൾ നമ്മളിങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോഴത്തേക്കും പണ്ട് കുഴിയിൽ വീണതിനെ കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്. എന്തായാലും നിന്റെ കാലും മനസ്സും ഒരുപോലെ ഭേദമാകട്ടെ എന്നൊക്കെ പറഞ്ഞ് അവനും അവളെ കിസ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു സീൻ കട്ടായതിനു ശേഷം അവൾ ഒരു ബസ് സ്റ്റോപ്പിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അവളെ നോക്കി മറ്റൊരു ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുന്ന ഹോയിങ്ങിനെ കാണിക്കുകയാണ്. ചില ഓർമ്മകളാകട്ടെ ഒരാളെ കുറിച്ച് മാത്രമുള്ളതാണ്, അതുകൊണ്ട് തന്നെ അവയെല്ലാം സ്റ്റേബിൾ ആയിട്ടുള്ള ഒന്നല്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയായിരുന്നു അവനും. അതുപോലെ തന്നെ അവർ കുഴിയിൽ വീണ ആ ഒരു ദിവസമാകട്ടെ അവനും കുറെ ഉറക്കമൊക്കെ തൂങ്ങി തൂങ്ങി ഒടുവിലായിട്ട് അവളുടെ തോളിലൊക്കെ വന്ന് കിടക്കുകയാണ്. അങ്ങനെ അവന് കിടന്ന സമയത്താകട്ടെ അവളുടെ നെഞ്ചെടുപ്പിന് വന്ന വ്യത്യാസമൊക്കെ അവളും ശ്രദ്ധിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ കുഴിയിലൊക്കെ വീണിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ പേടി കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ അവളും ഓർക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.